ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് ആ മണ്ണുത്തി റൂട്ടിൽ സെൻറ്ററിൽ നിന്ന് വെറും 3-3.25 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും മുൻവശത്ത് നമുക്ക് കാണാം ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5 മീറ്ററോളം വീതിയുള്ള ടാറിംഗ് റോഡ് കേട്ടോ. ഒരു വാഹനം കിടക്കുകയാണെങ്കിലും മറ്റൊരു വാഹനത്തിൽ പോകാനുള്ള സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. ധാരാളം വീടുകളുള്ള അത് അത്രയും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാം. എല്ലാ വീടുകളിലും ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ. ഇനി 2 വീടുകളിലും ആണ് ഇതിൽ ഓൾറെഡി കൊടുക്കാൻ സെയിലിനായിട്ടുള്ളത് കേട്ടോ. 2 സൈഡിലും ഓപ്പോസിറ്റ് ധാരാളം വീടുള്ള ഒരു ഏരിയ. 400 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 12-14 അടിയോളം നീളം കൂടിയ സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാഹനം, ഇന്നോവ പോലുള്ള വാഹനമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കയറ്റി നിർത്താം. ഇനി ഇവിടെ മാത്രമാണ് ക്ലിയറൻസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യാനുള്ളട്ടാ. ഇനി ഇതിലൊരു ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വരും ഈ സൈഡിലേ. ഇവിടെ നമുക്ക് നോക്കിയാൽ വലിയൊരു ഇന്നോവ ഞങ്ങൾ കയറ്റി നിർത്തിയിട്ടില്ലാട്ടാ. അതാണ് അത്രയും ഗ്യാരണ്ടി പറയണേ. വലിയ വാഹനങ്ങൾ നമുക്ക് കയറ്റി നിർത്താനുള്ള ഇതുണ്ട്. ധാരാളം കളർ പെയിന്റിങ്, ടെസ്റ്റ് വർക്ക്, LED ബൾബുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ബോർഡർ കൊടുത്തിട്ട് ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്. തേക്ക് വുഡിലാണ് ഇവിടെ ഡബിൾ പാളി ഡോറോട് കൂടിയിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. കയറി വരുന്ന ലിവിംഗ് ഹാളാണ്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും അപ്പോക്സിൽ കൂടിയിട്ടാ. നല്ല മനോഹരമായിട്ടാണ് ലിവിംഗ് ഹാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം കണ്ട ഫുൾ ലെങ്ത്തിൽ ഹോൾ സീലിംഗ് വർക്ക്, അതുപോലെ ഈ പ്രൊഫൈൽ വർക്ക്, ബൾബുകൾ, കളർ പെയിന്റിങ്, സ്ലിപ്പ് എല്ലാം സൂപ്പർ ആക്കിയിട്ടുണ്ട്. അതുപോലെ അടിപൊളി ഒരു TV യൂണിറ്റ് മൾട്ടിവുഡിൽ ഈ ലിവിംഗ് ഹാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ബൾബൊക്കെ ചെയ്തിട്ട് കണ്ട മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവിംഗ് ഹാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ ഒതുങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ്. ഒരു 12 ബെഡ്റൂമിന് അളവ് കൊടുത്തിട്ടുള്ള കേട്ടോ. അവിടെ മുകൾ വശത്ത് ധാരാളം കണ്ട പ്രൊഫൈൽ വർക്കും ഹോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ വാൾഡ്രോപ്സ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലൊരു മിററൊക്കെ വരും കേട്ടോ. ഡ്രസ് യൂണിറ്റ് തൊട്ട് സൈഡിൽ അറ്റാച്ച്ഡ്. നല്ല വലിയ മറ്റേ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വാഷപ്പിലോട് കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതുപോലെ കണ്ട ഈ ലിവിംഗ് ഹാളിൽ നിന്ന് ഒരു വലിയൊരു ആർച്ചോട് കൂടിയിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് മനോഹരമായ ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. മൾട്ടിവുഡിലാണ് ആർച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളാട്ടാ. ധാരാളം ഹാങ്ങിങ് ബൾബ്, ഹോൾ സീലിംഗ് വർക്കുകൾ, കളർ പെയിന്റിങ്, പ്രൊഫൈൽ വർക്കുകൾ എല്ലാം നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. ഡൈനിങ് ഹാളും ഹാങ്ങിങ് ബൾബൊക്കെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിലാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. അതായത് ആ സ്റ്റെയറിനോട് തൊട്ട് ചേർന്നിട്ട് കേട്ടോ. അടിഭാഗത്തൊക്കെ മൾട്ടിവുഡിൻ്റെ ഡോറും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ചേർത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം. അതേ മാച്ചിങ് ടൈൽ തന്നെ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ധാരാളം വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും കണ്ട ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിലുള്ള വാൾ ടോപ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ് യൂണിറ്റ് അടക്കാട്ടാ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല തരം കമ്പനികളുടെ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 10 കൊല്ലത്തോളമൊക്കെ ഗ്യാരണ്ടിയുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും വീതി കൂടിയ ടൈലും അപ്പോക്സിയോടെ കൂടിയിട്ട്. ഈ ഭാഗത്തൊക്കെ കണ്ട അടിയിൽ ഭാഗത്തൊക്കെ കബോർഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് കാണാം ഒരു നമുക്ക് കൊടുക്കാൻ കിച്ചൻ്റെ ഭാഗം ഒരു ഓപ്പൺ ആയിട്ട്. അതുപോലെ ഇവിടെയും ഡോറൊന്നുമില്ല. ഒരു വുഡ് ഡിസൈനാണ് ഇവിടെ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതേ മാച്ചിൽ കണ്ട കബോർഡ് വർക്ക് കൊടുത്തിട്ടുള്ള അടിയിൽ വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിൽ ഒരു വീതി കൂടിയ ഒരു ഗ്രാനൈറ്റ് ഈ മുകളിൽ കിച്ചൻ്റെ ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. അത് മുകൾ വശത്ത് ഫുൾ വൈറ്റ് ആൻഡ് വുഡ് കണ്ട ഒരു ബോർഡർ കൊടുത്തിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് കിച്ചനും. അത് ഇടത്തെ സൈഡിലേക്ക് ചിമ്മിനിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോൾ സീലിംഗുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ഫുള്ളായിട്ട് ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുമരിൽ ചെളിയാവാത്ത വിധത്തിലേക്ക് ഫുൾ ലെങ്ത്തിൽ ചെളി മറ്റേ ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോക്സി ചെയ്യും. നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കടന്നു. വർക്ക് ഏരിയയിൽ അതേ മാച്ചിൽ കണ്ട സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഗ്രാനൈറ്റ്, ഈ സൈഡിലൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബോർഡർ എല്ലാം മനോക്കെ ഉണ്ട്. മുകൾ വശത്ത് ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ. എല്ലാം കൊണ്ടും നല്ലൊരു സെറ്റായിട്ടുള്ളൊരു വീടാന്ന് പറയാം. എല്ലാം വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ബെഡ്റൂമുകളൊക്കെ AC പോയിന്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് കുത്തിപ്പൊളിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത എല്ലാ വർക്കും കഴിഞ്ഞുള്ളൊരു വീടാണ്. ബാക്ക് സൈഡിൽ കണ്ട ഈ ഭാഗത്തൊക്കെ നമ്മൾ ചെളി തെറിക്കാത്ത വിധത്തിലൊക്കെ ടൈലൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ പിന്നെ ബേബി മെറ്റലാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി നടാവുന്നുള്ളൂ. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്ററിലോട്ടോ. അത്ര എടുത്താ. വെള്ളത്തിന് ടോപ്പൻ കിണറാ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയ കണ്ട. ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ. അത് എത്ര വലിയ വേനൽക്കാലത്ത് ഇങ്ങനെയുണ്ട് കേട്ടോ. അല്ലാതെ വലിയ പ്രളയം വന്നാലും വെള്ളം കയറില്ല.
ധാരാളം വീടുള്ള നല്ലൊരു അടിപൊളി ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് 3-3.25 കിലോമീറ്റർ, അതുപോലെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 9.5 കിലോമീറ്റർ. ഇതിന് ഉടമ ചോദിക്കുന്ന വില വെറും 72 ലക്ഷം രൂപ കേട്ടോ. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. മുകൾ വശത്തെ വീതി കൂടിയ ഒരു ഹാൾ കേട്ടോ. അത് മുകൾ വശത്ത് ഇവിടെ നല്ല പ്രൊഫൈൽ വർക്കും ഹോൾസെയിലിംഗ് വർക്കും LED ബൾബും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് ഒന്നും ചെയ്യണം പറയാം, എല്ലാ വർക്കും ഓൾറെഡി ഇവിടെ സെറ്റാണ്. ഇതെവിടെ കണ്ട ഹാങ്ങിങ് ബൾബ് ആ കയറി വരുന്ന ഭാഗം അത്. അപ്പോൾ മുകൾ വശത്ത് 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 3ാമത്തെ ബെഡ്റൂം കേട്ടോ. ആ താഴത്തെ അതേപോലെ തന്നെ ഒരു 12-14 അളവ് കൊടുത്തിട്ടുണ്ട്. ഹോൾസെയിലിംഗ് വർക്കും LED ബൾബൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കണ്ട വാൾ ടോപ്സ് എല്ലാം വ്യത്യസ്തമായ കളറോട് കൂടിയിട്ടുള്ള വാൾ ടോപ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും ഡ്രസ് യൂണിറ്റൊക്കെ ആയിട്ടേ തൊട്ട് ചേർന്നിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അത് വലിയ ബാത്റൂം അത് കണ്ട. അതുപോലെ എല്ലാ ബാത്റൂമിലും വ്യത്യസ്തമായ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതും വീതിയുടെ ടൈൽ അപ്പോക്സി ചെയ്തിട്ടേ പിന്നീട് മറ്റേ ലീക്ക് വരെ ഒന്നും ഉണ്ടാവില്ല. അത്ര മനോഹരമാക്കി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയും നല്ല വീതി കൂടിയ ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാൾ ടോപ്സ് ഫുൾ ലെങ്ത്തിൽ 3 പാളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ സീലിംഗ് വർക്ക് LED ബൾബോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഡ്രസ് യൂണിറ്റ് വരുന്നത്. ഇനി ഇതിൽ മിററൊക്കെ വയ്ക്കും. തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം വ്യത്യസ്തമായ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈലുകൾ തന്നെ. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിനാണ് നമ്മൾ മുകളിലേക്ക് വശത്തേക്ക് കിടക്കണം. അതിൻ്റെ ഡോറാണ് ഇവിടെ വെച്ചതാണ്. അതിൻ്റെ ഡോർ വെച്ചിട്ട് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫുൾ സൈഡിൽ കണ്ട ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 പേർക്ക് ഈസി ആയിട്ടിരിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടെന്ന് പറയാം. ധാരാളം മുകൾ വശത്ത് കാണുന്ന വീടുകളിലെ വ്യൂസാണ് കൊടുക്കണേ. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. എല്ലാ വീടുകളും ആളുകൾ ഓൾറെഡി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ള ആളുകളും. അപ്പോൾ ലോൺ വേണമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം ഓപ്പൺ ടെറസ് ഉണ്ടാവും. ഇവിടെ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസാണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് ഫുൾ ലെങ്ത്തിൽ ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റം വരെ കണ്ടാ അറ്റം വരെ. അതുപോലെ നമുക്ക് ഈ ഓപ്പൺ ടെറസിൻ്റെ കണ്ട ബാക്കി ഇത് തെങ്ങും തോപ്പാട്ട പാടും മറ്റേ ചെളി കൊണ്ടൊന്നല്ല. ബാക്ക് ധാരാളം വീടുള്ള ഒരു ഏരിയ ബാക്കിലൊക്കെ. ഇത് ഈ ഭാഗത്തൂടെ നമ്മൾ കിടന്നിട്ട് നമുക്ക് സെക്കൻഡ് ഇവിടേക്ക് കിടക്കാം. ഓപ്പൺ ടെറസിലേക്ക് കണ്ട ഈ ഒരു സൈഡ് കൂടെ കിടന്നിട്ട് ഇവിടെ നിന്നാണ് സ്റ്റെയർ ഏറ്റവും ടോപ്പിലേക്ക് കൊടുത്തത്, ഏറ്റവും മുകളിലേക്ക്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.